മൈക്രോസോഫ്റ്റിലേക്ക് കാർഡ് വെക്കാൻ പോണം. ഒരു തറവാടെന്ന് പറയാൻ പറ്റില്ല, പല തറവാടെന്നും പറയണല്ലേ. ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാത്ത സാധനമൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ട്രാവലിസ്റ്റ് ചാനൽ കാണിക്കാൻ പോണില്ല. ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തള്ളിയാൽ മതി. നമ്മുടെ കൈ പോണു. വെട്ടിവെച്ച കേസ് ആദ്യം വരണം കേട്ടോ. മൈക്രോസോഫ്റ്റിന്റെ എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം ഇവര് എഴുതിയ കോഡും ജോലിക്കാർക്ക് പോകാനായിട്ട് ബസ്സിന്റെ കേസൊക്കെ കേട്ടിട്ടുണ്ട്. ജോലിക്കാർക്ക് പോകാനായിട്ട് ട്രെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ലേ, മൈക്രോസോഫ്റ്റിന് മാത്രമേ പറ്റുള്ളൂട്ടാ. പൊട്ടനാണോ ഈ കമ്പ്യൂട്ടർ? മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന സാധനമാണോ? ലോകത്ത് നമ്മള് മാത്രം ബാക്കിലേക്കുള്ളോട്ടാ. ഇവിടുത്തെ ആൾക്കാരൊക്കെ മുമ്പില് അവരൊന്നും നേരിട്ടാണ് പറ്റും. ബിൽഗേറ്റ്സിന് 100-ൽ പരം ബിൽഡിങ്സ് ഉണ്ട് മൈക്രോസോഫ്റ്റിന്. അന്ന് അത് പറഞ്ഞപ്പോ ജനങ്ങൾ ചിരിച്ചു തള്ളി. ഇതില് ആരായിരിക്കും ബിൽഗേറ്റ്സ്? അവരുടെ ഗെയിമിങ്ങിന് ഒരു സാധനം വെച്ച് കൊടുത്തിരിക്കുക. വിസിറ്റ് സെന്റർ ഒന്ന് കളിക്കാൻ വേണ്ടിട്ട് കുടിച്ചു കഴിഞ്ഞപ്പോ അവര് ഒരു ഫോസിൽ പോലെ ഒരു സംഭവം കണ്ടു. നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം മെനു വരും. അപ്പൊ ബിരിയാണി, ഫിഷ് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കഴിഞ്ഞാൽ അപ്പം വരും. ബിൽഗേറ്റ്സിന്റെ വീട്ടിൽ പോയിട്ട് ഒരു ചായ കുടിച്ചാലാ? നമ്മളിപ്പോ അമേരിക്കയിലെ മൈക്രോസോഫ്റ്റ് കാണാനായിട്ട് ഇറങ്ങാണ്. മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, ഇന്ന് എന്തൊക്കെ കാണാം നമുക്ക്. ഇന്ന് നമ്മള് സിയാറ്റിലെ ഒന്ന് കുറച്ചൊരു കലക്കി കുടിക്കാൻ പോവാണ്. വേറെ രീതിയിലേക്ക് കൊണ്ടുപോകണം അല്ലെ? രീതിയിലേക്ക് കൊണ്ടുപോവാണ്. ബിൽഗേറ്റ്സ് ചായ തരുമോ? നോക്കാം. എന്തായിരുന്നാലും മൈക്രോസോഫ്റ്റിൽ പോവാം. ബിൽഗേറ്റ്സിന്റെ പടുത്തു ഉയർത്തിയ സാമ്രാജ്യം ഇവിടെയുണ്ട്. ആമസോണിന്റെ ഉത്ഭവമായ ഒരു ചെറിയ ഇതേപോലെ ഒരു ഗരാജിൽ നിന്ന് തുടങ്ങിയ ആമസോൺ ഇന്ന് വളർന്ന് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായി. ബിൽഗേറ്റ്സിനെ കടത്തി കെട്ടി. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാണ്ട. ഒരു വെറൈറ്റി എപ്പിസോഡാണ്. സിയാറ്റിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ബിൽഗേറ്റ്സും ആമസോണൊക്കെ. അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു വീട് തേടിയിട്ടുള്ള യാത്രയും ചായ കൂടി സൽക്കാരൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ട്രാവലിസ്റ്ററെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് തുടങ്ങിയാലോ? ചായ കൂടി സൽക്കാരം തുടങ്ങിയാലോ? നമുക്ക് പിന്നെ പിടിക്കാം. അപ്പൊ നമ്മളിന്ന് കപ്പിത്താനിലല്ല പോണത്. നമ്മുടെ ഹോണ്ട ചേട്ടനിലെ പോണ. ഹോണ്ടയുടെ ഓഡിസി. കുറെ പേർക്ക് ഇരിക്കാന്നോളെ. പിന്നെ ഫാമിലി ഒരു ഫാമിലി. അപ്പൊ നമ്മുടെ അമ്മച്ചിയും ചേച്ചി കൂടി ഉണ്ടിട്ടാ യാത്ര പറയാൻ. എന്നത്തെ നിങ്ങളുടെ ഐശ്വര്യമുള്ള മോഹം കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങണേ. പൊട്ടമ്മച്ചി ഇന്നത്തെ കാപ്പി സൂപ്പറായിട്ടാ. ഈ ഐശ്വര്യമുള്ള മോഹം കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അത് വേറെയാണ്. പൊട്ടച്ചി ചേച്ചിക്ക് ഡ്യൂട്ടിയിൽ ഇടയ്ക്കാട്ടാ. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകണം, നമ്മള് യാത്ര തുടങ്ങണം അല്ലേ. കപ്പിത്താൻ ഇന്ന് റെസ്റ്റ് എടുക്കട്ടാ, നാളെ വരാം. നമുക്ക് കയറിക്കാട്ടോ. അപ്പൊ പോയിട്ട് വരാം അമ്മച്ചി. ബൈ. സൗകര്യം വണ്ടിയാണല്ലോ അല്ലേ. ഇതില് പോകുമ്പോ നമുക്ക് ടൗണിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്, കപ്പിത്താനിൽ പോകുമ്പോ ഈ ഡൗൺ ടൗണിലൊക്കെ പാർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മള് ആദ്യം എവിടേക്ക് പോകണ്ട? നമുക്ക് ആദ്യം നമ്മള് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി, ഒരു കോർപ്പറേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രസ്ഥാനമാണ്. ചേട്ടത്തിലത്തെ ഒരു പ്രസ്ഥാനത്തിലെ ആളാണ് ഞാൻ. പ്രസ്ഥാനത്തിലെ ചെറിയൊരു അംഗം, വളരെ ചെറിയൊരു അംഗം. എന്തായിരുന്നാലും നമുക്ക് നോക്കാം മൈക്രോസോഫ്റ്റ് എന്താണ്. അത് ഒരു ബിൽഡിംഗിന്റെ അകത്തുള്ള സാധനമാണോ, അതോ ഒന്നും കൂടുതൽ ബിൽഡിങ്ങുകളുണ്ടോ, എന്താണ് മൈക്രോസോഫ്റ്റിന്റെ തുടക്കം, അതിന്റെ ചെറിയ ചരിത്രങ്ങളെല്ലാം നമുക്ക് പറയാം. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാടാവട്ടെ അല്ലെ. അതെ അതെ. ചെലവ് വേണ്ട, ചെലവില്ലാണ്ട് പറ്റില്ല. വെറൈറ്റി കാഴ്ചകളാണ് ശരിക്കും. ഇന്നലത്തെ എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ, സാൽമണിന്റെ എപ്പിസോഡൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ടീച്ചർമാരാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ആ സാൽമണിന്റെ കാര്യങ്ങൾ, ഇനിയിപ്പോ നമ്മുടെ വീഡിയോ കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട് ആ സാൽമണിന്റെ ഒരു ജീവിത ചരിത്രം പിള്ളേരെ പഠിപ്പിക്കണം. ആ ഒരു സംഭവം തന്നെയാട്ടോ അല്ലേ. അത് വളരെ, ഞാൻ ഇവിടെ വന്ന ആദ്യം ഇതിനെപ്പറ്റി കേട്ടപ്പോഴത്തേക്ക് വളരെ വളരെ അത്ഭുതത്തോടെ ഞാൻ നാട്ടിലെല്ലാവർക്കും അതിന്റെ ഒരു സാൽമന്റെ വീഡിയോ, നിർഭാഗ്യവശാൽ ഇപ്പൊ അതിന്റെ സമയമല്ല. അതെ, ഒരു പ്ലാൻ ഉണ്ടായിന്. നമ്മള് വന്ന് മൈക്രോസോഫ്റ്റിന്റെ തറവാട്ടിലേക്ക് അടുത്തോണ്ടിരിക്കട്ടാ. ഈ കാണുന്ന പാലൊക്കെ മൈക്രോസോഫ്റ്റിന്റെ തന്നെയാണല്ലേ. നമ്മള് ജോലിക്കാർക്ക് പോകാനായിട്ട് ബസ്സിന്റെ കേസൊക്കെ കേട്ടിട്ടുണ്ട്. ജോലിക്കാർക്ക് പോകാനായിട്ട് ട്രെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ലേ, മൈക്രോസോഫ്റ്റിന് മാത്രമേ പറ്റുള്ളൂട്ടാ. നിങ്ങൾക്ക് ഇവിടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യണ്ടല്ലേ? വർക്ക് അറ്റ് ഹോം ആണോ? വർക്ക് അറ്റ് ഹോം ആണ് കൂടുതലും. എന്നാൽ ചില ടീമുകൾക്ക് ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം മൈക്രോസോഫ്റ്റിന്റെ ബിൽഡിങ്ങുകളാണ്. ഇവിടെ കാണാൻ എന്ത് കണ്ടാലും മൈക്രോസോഫ്റ്റിന്റെ ഈ ഒരു ഏരിയ അല്ലെ. മൈക്രോസോഫ്റ്റിലെ ഏറ്റവും അധികം ഇപ്പൊ ബിൽഗേറ്റ്സ് പണക്കാരനാണെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ഇവിടത്തെ ഒരു ലാൻഡ് മൊത്തം അവർ തന്നെ ആയിരിക്കും. അതെ, ഈ ലാൻഡിൽ ഒരുപാട് അതായത് 100-ൽ പരം ബിൽഡിങ്സ് ഉണ്ട് മൈക്രോസോഫ്റ്റിന്. പറഞ്ഞാൽ വിശ്വസിക്കും. ഈ ഒരു ഏരിയയിൽ, റെഡ്മണ്ട് ഏരിയയിൽ. സിയാറ്റില് വേറെ ഓഫീസ് ഉണ്ട്, അത് ലീസ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ ലോകത്തെമ്പാടും ഓഫീസുകളുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു റെഡ്മണ്ട് ഏരിയയില് 100-ൽ പരം ബിൽഡിങ്ങുകൾ മൈക്രോസോഫ്റ്റ്. കാണുന്ന ബിൽഡിങ്ങുകൾ ഇതൊക്കെ ചെറിയ എന്റർടൈൻമെന്റ് സെക്ഷൻ ആണ്. ഇത്ര ചെറിയ ബിൽഡിങ്ങൾ, ഇതൊക്കെ വലുത് വരാൻ പോകണല്ലോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ ബിൽഡിംഗ് കാണാം. ലെഫ്റ്റ് സൈഡിൽ
കാരണം ഇവിടെ ഈ ഹൈ റൈസ് ബിൽഡിങ്സ് ഈ റെഡ്മണ്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇത്ര ഹൈറ്റ് ഒന്നുണ്ട്, ഈ ആ ഹൈറ്റിന് കൂടുതലുള്ള ബിൽഡിങ്സ് പണിയാൻ പറ്റില്ല. പരത്തി ഉണ്ടാക്കണം, അതുകൊണ്ട് പരത്തി ഉണ്ടാക്കേണ്ടി വന്നു. 1/2 കിലോമീറ്റർ ഉണ്ടാവും ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിന് നീളം നോക്കട്ടാ. അതിന്റെ ഇടയിൽ ഒരു റോഡ് വെക്കും വെറുതെ ക്രോസ് ചെയ്യാനായിട്ട്. അതിന് വീണ്ടും പുതിയ ബിൽഡിംഗ് വേണം. കണ്ടാ, ഇതൊക്കെ ഒരെണ്ണം കഴിഞ്ഞു, അടുത്ത ബിൽഡിംഗ് വേണം. ഇതൊക്കെ മൈക്രോസോഫ്റ്റിന്റെ ബിൽഡിംഗ്. ഇതാണ് എന്റെ ഓഫീസ്. അതല്ലേ വൈറ്റ് ഹൗസ് ആണല്ലോ അല്ലേ? അതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്. അത് കളി ഫുള്ള് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലേ? എല്ലാം മൈക്രോസോഫ്റ്റ്. എന്റെ പൊന്നെ, അപ്പൊ ഒരു തറവാടെന്ന് പറയാൻ പറ്റില്ല, പല തറവാടെന്നും പറയണല്ലേ? അതാ ഞാൻ പറഞ്ഞത്, അതൊരു പ്രസ്ഥാനമാണ്. ഇവിടെ ഓരോ സൈഡിൽ നോക്കുമ്പോഴൊക്കെ തന്നെയാണ് കാണുന്നത് നമ്മള്. എല്ലാം മൈക്രോസോഫ്റ്റിന്റെ ബിൽഡിങ്ങുകളാണ്. ഇങ്ങനെ പറന്ന് കിടക്കണ്ട ബിൽഡിങ്ങുകളൊക്കെ. ഫുട്ബോൾ ഗ്രൗണ്ടാണ് മൈക്രോസോഫ്റ്റിന്റെ. നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം. നമ്മൾ ശരിക്കും ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞത് വെറുതെ അല്ലേ? നമ്മളിപ്പോ മൈക്രോസോഫ്റ്റിന്റെ വിസിറ്റർ സെന്ററിലോട്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് മൈക്രോസോഫ്റ്റിന്റെ എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? അവിടെ കമ്പനി സ്റ്റോർ ഉണ്ട്. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. ഏരിയ മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കുക. ഇതൊക്കെ ബിൽഡിങ്ങുകളാണ് നിങ്ങൾ കാണുന്നതൊക്കെ ബിൽഡിങ്ങുകളാന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കിയാ പരന്ന് കിടക്കണ ചെറിയ ഏരിയ എന്നല്ലേ? മൈക്രോസോഫ്റ്റിന്റെ വിസിറ്റർ സെന്റർ ആണ് അത്. ബിൽഡിംഗ് 92 എന്ന് പറയും. ബിൽഡിംഗ് 92. അപ്പൊ ഒരു 92 എന്ന് പറയണമെങ്കിൽ എത്ര ബിൽഡിങ്ങുകൾ ഉണ്ടാവണം? 92ാമത്തെ ബിൽഡിംഗ് ആണ് ഇത്. ചേട്ടന് 3 കൊല്ലം വരെ ഇവിടെ വർക്കിംഗ് സമയം വരെ. ഈ 3 കൊല്ലം കൊണ്ട് ചിലപ്പോൾ 200 ആയിട്ടുണ്ടാവും. ഇപ്പൊ 3 കൊല്ലമായിട്ട് വീട്ടിലെ വർക്ക് ചെയ്യണല്ലേ ശരിക്കും? അതെ. അടിപൊളി. അങ്ങനത്തെ അതൊരു ഭാഗ്യം തന്നെയാ. ഈ കാണുന്നതൊക്കെ ബിൽഡിങ്ങുകളാണ് മൈക്രോസോഫ്റ്റിന്റെ. ഇത് കണ്ട അവരൊന്നും നേരിട്ടാണ് പറ്റും ബിൽ ഗേറ്റ്സിനെ കാണാനുള്ള ഇമ്മുണ്ടാള്. നേരിട്ട് നമ്മളെ ഈ കമ്പനി ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ കാണാൻ വലിയ പാടാ. അപ്പൊ നമ്മള് വിസിറ്റർ സെന്ററിലേക്ക് എത്തിരിക്കട്ടോ. മൈക്രോസോഫ്റ്റ് ആണ്. അതെ, ബിൽ ഗേറ്റ്സ് എവിടെയാ നോക്കണം നമുക്ക്. ഇടയ്ക്ക് നമുക്ക് സെർച്ച് ചെയ്യാം. ഇങ്ങനെ എടുക്കുന്നല്ലേ പരന്ന് കിടക്കേണ്ട ബിൽഡിങ്ങില്. മൈക്രോസോഫ്റ്റിന്റെ വിസിറ്റർ സെന്റർ ആണ്. എന്നാൽ ഇവിടെ ഓഫീസുകളുണ്ട്. പിന്നെ ഈ കാണുന്ന എല്ലാ ഓഫീസാണ്. പിന്നെ ഇവിടെ നടുക്ക് കോമൺസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോമൺസ് എന്ന് പറയുന്നത് നമുക്ക് കഫറ്റേരിയകളും എന്റർടൈൻമെന്റ് സ്ഥലങ്ങളും അങ്ങനെ കടകളും പോസ്റ്റ് ഓഫീസ് ബാങ്ക് എല്ലാം ഉണ്ട്. അത് മൈക്രോസോഫ്റ്റിന്റെ അകത്ത് തന്നെ ഉണ്ട്. അകത്ത് കയറണം നമ്മൾ മൈക്രോസോഫ്റ്റിലേക്ക്. ഈ ബിൽഡിംഗിലാണ് എക്സ്ബോക്സിന്റെ റിസർച്ച് സെന്റർ. ഈ ബിൽഡിംഗിലാണ് എക്സ്ബോക്സ് ഗെയിമിംഗ് ഇല്ലേ? ഇതാലോചിക്കുമ്പോഴേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ കമ്പ്യൂട്ടർ ക്ലാസ്സിന് കയറുമ്പോഴേ ഒരു 1/2 മണിക്കൂർ കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്കില്ലേ സെന്റ് ലക്ഷത്തില്. അപ്പൊ ആദ്യം കമ്പ്യൂട്ടർ തുറക്കുമ്പോ മൈക്രോസോഫ്റ്റിലേക്ക് നമ്മള് കൈ ഇതേ വെച്ചുട്ടാ. ഇങ്ങ അമേരിക്കയിൽ വന്നിട്ട് ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് മൈക്രോസോഫ്റ്റിന്റെ സംഭവം നമ്മൾ വെക്കാനായിട്ട് അകത്തേക്ക് കയറണം. നമ്മള് ഇതാണ് നമ്മളുടെ വിസിറ്റർ സെന്റർ. സാമ്രാജ്യം. ഈ കാണുന്നത് എല്ലാം മൈക്രോസോഫ്റ്റിന്റെ ബിൽഡിങ്ങുകൾ മാത്രമാണ്. പൂർണ്ണമായും മൈക്രോസോഫ്റ്റിന്റെ എല്ലാ ബിൽഡിങ്ങുകളും ഇല്ല. ഒരു 120-ൽ പരം ബിൽഡിങ്ങുകളുണ്ട് മൈക്രോസോഫ്റ്റിന്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളെ കാണിച്ചിട്ടുള്ളൂ. കാരണം പ്രധാനമായിട്ട് അവർ ഷോക്കേസ് ചെയ്യാൻ കാണിക്കുന്ന പുതിയ കൺസ്ട്രക്ഷൻ ആണ് ഈ കാണുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് 2030 കാർബൺ നെഗറ്റീവ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ നെഗറ്റീവ് അപ്പോ അതായത് എത്രത്തോളം കാർബൺ നമ്മൾ അന്തരീക്ഷത്തിലോട്ട് വീഴുന്നു അതിൽ നിന്നും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിൽ തിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ ചെയ്യും. അതിന്റെ പ്രോഗ്രാമാണ് നടക്കുന്നത്. ഇപ്പൊ ഈ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം ഗ്രീൻ ബിൽഡിങ്സ് ആണ്. അതായത് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള കാർബൺ ഏറ്റവും കുറച്ച് പോകുന്നത് വേസ്റ്റുകൾ റീപ്രോസസ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന. അതായത് ഇത് പാർക്കിംഗ് തന്നെ 6500 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് ഗരാജ് തന്നെ ഉണ്ട്. 6500 കാറുകൾ. പിന്നെ അതേപോലെ തന്നെ അത് ക്രിക്കറ്റ് പിച്ച് ഉണ്ട്. കാരണം
മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോഴത്തെ സിഇഒ നമ്മൾ ഹൈദരാബാദുകാരൻ സത്യ നടയിലാണ്. ക്രിക്കറ്റിലാണ്ട് മൈക്രോസോഫ്റ്റ് ഭയങ്കര ഒരു ഫാനാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഫുട്ബോൾ ഉണ്ട്, ബേസ്ബോൾ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു ക്രിക്കറ്റ് പിച്ചും കൂടെ വേണം. അപ്പൊ അവിടെ നെഞ്ചത്തന്നെ ഒരു ക്രിക്കറ്റ് പിച്ച് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഇതിന് മെയിൻ സംഭവം എന്താണെന്നറിയോ, ഇപ്പത്തെ ന്യൂ ടെക്നോളജി, ഇപ്പത്തെ ന്യൂ കമ്പ്യൂട്ടർ ഗെയിമിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പോലും കാണാത്ത അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കാത്ത സാധനമൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് ട്രാവലിസ്റ്റ് ചാനൽ കാണിക്കാൻ പോകുന്നില്ല. അതായത് നിങ്ങൾക്ക് ഈ ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴാണ് നിങ്ങൾ കേട്ടു തുടങ്ങിയത്? 2005-6 ഒരുപക്ഷെ ഐഫോൺ ആദ്യം ഇറക്കിയപ്പോഴാണ് ടച്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്നാൽ ലോകത്ത് ടച്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന മൈക്രോസോഫ്റ്റ് ആണ്. അന്ന് ഈ ഐഫോൺ എന്ന് പറഞ്ഞൊരു ഐഡിയയിലല്ലായിരുന്നു. ഒരു ഡെസ്ക്, ഒരു ടേബിളില് ഒരു ടച്ച് സ്ക്രീൻ ഉണ്ടാക്കുക. ഇംഗ്ലീഷ് സിനിമകളിലാണ് പോലെ ആ കോൺസെപ്റ്റ് സ്റ്റീവൻ സ്പീൽബർഗിന്റെ മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ സിനിമയില് ഈ ടച്ച് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മൈക്രോസോഫ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് അതിന്റെ ടെക്നിക്കൽ സംഭവങ്ങളെല്ലാം ചെയ്തത്. ആ കാലത്ത് മൈനോറിറ്റി റിപ്പോർട്ട് 90കളിലെ പടമാണ്, 98-ലോ കണ്ടുള്ള പടമാണ്. അങ്ങനെ ടച്ച് കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് ആണ് പിന്നെ ഐഫോൺ എടുത്ത് ചെറിയ രീതിയിലാക്കി. അപ്പൊ അന്ന് ആ കോൺസെപ്റ്റിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ റെസ്റ്റോറന്റുകളിലും ഇത് ഉപയോഗിക്കാം. വീടുകളിൽ നമ്മളിപ്പോ സാധാരണ ഇതേപോലെ ഫോൺ എടുക്കുക, 2 ഫോൺ, ഒരു ഫോൺ ഇവിടെ വെക്കുക, അടുത്ത ഫോൺ ഇവിടെ വെക്കുക. എനിക്ക് ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു തള്ളു തള്ളി കഴിഞ്ഞാൽ ഫോട്ടോ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തള്ളിയാൽ മതി. കൈ പോണു സെൻസ് ആണ്, കൈ പോണ്ടിട്ടോ. ഇത് അത്രയ്ക്ക് ടച്ച് സെൻസ് ഉള്ള. അപ്പോ ഈ ടേബിൾ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഇവിടെ അവിടെ നിന്നാണ് പിന്നെ ഐഫോൺ ആ കോൺസെപ്റ്റ് എടുത്തിട്ട് അത് പോപ്പുലറൈസ് ചെയ്ത് കൺസ്യൂമറൈസിലേക്ക്. ഇവര് കൺസ്യൂമറൈസ് ചെയ്തില്ല, ഇവരെ കോൺസെപ്റ്റ് ഉണ്ടാക്കിയത്. ശരിക്കും ഒറിജിനലായിട്ട് കോൺസെപ്റ്റ് മൈക്രോസോഫ്റ്റ് സർഫസ് 1.0 അതിന്റെ സർഫസ് ആണ് അങ്ങനെ തുടങ്ങിയത്. അതാണ് പിന്നീട് ടച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ ലോകമെമ്പാടും ഇപ്പൊ ടച്ച് സ്ക്രീൻ ഇല്ലാത്ത ഇതിപ്പോ ന്യൂ ടെക്നോളജിയാണ്, പണ്ടത്തെ ടെക്നോളജിയാണ്. ഇതിപ്പോ പുതിയ ടെക്നോളജി സാംസങ്ങുമായിട്ട് ചേർന്നിട്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് ഹോട്ടലുകള്, കസീനോകള്, റെസ്റ്റോറന്റുകള്, അവിടെയെല്ലാം ഇതേപോലത്തെ ടച്ച് സ്ക്രീനുകളായിരിക്കും. ഇപ്പൊ മെനു ഒക്കെ ഇതിൽ വരും. ഇതിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന എല്ലാം മെനു വരും. ഇത് എല്ലാ ടേബിളിലും ഇതുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ മെനു വരും. അപ്പൊ ബിരിയാണി, ഫിഷ് ഫ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കി കഴിഞ്ഞാൽ അപ്പൊ വരും അല്ലേ. പിന്നെ കസീനയില് നമ്മളിപ്പോ ബ്ലാക്ക് ജാക്ക്, കുറെ ഗെയിമുകൾ ഉണ്ടല്ലോ കസീനയില്. അതൊന്നും ഫിസിക്കൽ ആയിട്ടുള്ള കാർഡുകളും അങ്ങനെയൊന്നും ആയിരിക്കില്ല, എല്ലാം ഡിജിറ്റൽ ആവും. അതേപോലത്തെ ടേബിൾ ആയിരിക്കും ഇനി ഉണ്ടാവുക. മൈക്രോസോഫ്റ്റ് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പൊ സാംസങ്ങുമായിട്ട് ചേർന്നാണ് അവർ ടെക്നോളജി എടുക്കുന്നത്. അതെ, ഒറിജിനൽ ടെക്നോളജി എടുത്തിട്ട് അത് എക്സ്പാൻഡ് ചെയ്യണം. ഭയങ്കര സംഭവമാണ് ലോകത്ത് ഇനി നമ്മളെ തേടിയിരിക്കുന്നുണ്ടാ. ഇനി നിങ്ങൾ വേറെ സാധനം കാണിച്ചേട്ടെ. നമ്മള് കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്, സാധനമൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയുള്ള ലോകം എന്നിട്ടാ ഇനി ഇതേപോലെ ടച്ച് ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ TV എന്ന് മാത്രമല്ല, നമ്മളെ കോൺഫറൻസ് റൂമുകളിൽ ആൾക്കാർ കോൺഫറൻസിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വെക്കാൻ ക്ലാസ് റൂമുകള്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇനി ടച്ച് ലോകമായിരിക്കും. ക്ലാസ് റൂമിലടക്കം വരും. ക്ലാസ് റൂമിൽ ഇപ്പൊ ഇതിൽ നമുക്ക് വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡോ ആക്കണമെങ്കിൽ അത് അതേപോലെ ആക്കാം. എന്നിട്ട് അതേപോലെ സ്റ്റൈലസ് അതിൽ നിന്ന് മാറി നമുക്ക് ഇപ്പൊ ഇന്റർനെറ്റിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ വരും. നമ്മളിവിടെ ഇപ്പൊ അപ്പൊ ട്രാവൽസ് വരും. ക്ലാസ് റൂമുകളിൽ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബോർഡിൽ എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തിനേയും കുറിച്ച് ഇൻഫർമേഷൻ അറിയണമെങ്കിൽ അപ്പൊ തന്നെ കമ്പ്യൂട്ടർ തുറക്കണം. അതെ, ഇനി പടക്കം വരയ്ക്കണം വെച്ച് കഴിഞ്ഞാൽ പടം വരയ്ക്കുന്ന ആൾക്കാർക്ക് വരെ ശരിക്കും അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്നില്ല. കാരണം ഈ പടങ്ങളെല്ലാം വരയ്ക്കുന്നത് നമുക്ക് അതിൽ മോഡിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഇലക്ട്രോണിക്കലി നടത്താം, അത് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യാം. ലോകമെമ്പാടുമുള്ള ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് കാണാം. ദൂരെ ഓഫ് ചെയ്തിട്ടാ ആർക്ക് വേണമെങ്കിൽ ഓപ്പറേറ്റ് കാണാം, ആർക്ക് വേണമെങ്കിലും കാണാം. ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ടല്ലോ. അതെ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. എല്ലാവരും അറേഞ്ച് ചെയ്യാം. കോൺഫറൻസ് ക്ലാസ് റൂമിലാണെങ്കിൽ അങ്ങനെ, കോൺഫറൻസ് ആണെങ്കിൽ അങ്ങനെ, എല്ലാവർക്കും ഇരിക്കുന്ന ആൾക്കാരെ കാണാം. ഭയങ്കര സംഭവം. യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാ സാധനം ഉണ്ട് കേട്ടോ. വൈറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ വരയ്ക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ വെക്കാം. ഫുൾ സ്ക്രീൻ ആക്കി ഇത് നമുക്ക് കൈയോട് സേവ് ചെയ്ത് അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യാം. PDF ആയിട്ട്. ഭയങ്കര സിസ്റ്റം വരാൻ പോണ നീ
ഇതായിരിക്കും ഇനി ഭാവി എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ ഇത് തന്നെ ആയിരിക്കും. ഇപ്പൊ ആക്ച്വലി നമ്മള് മോളുടെ സ്കൂളില് ഹൈസ്കൂളിലൊക്കെ ഇത് വന്നു തുടങ്ങി. ഇത് മൈക്രോസോഫ്റ്റിന്റെ അവരുടെ ടി വി അവര് ഭയങ്കര സംഭവം നടക്കണ ഇവിടെ. ലോകത്ത് നമ്മൾ മാത്രം ബാക്കിലേക്കോട്ടോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ മുമ്പിലാ, 10-20 കൊല്ലം മുമ്പിലാ. മൈക്രോസോഫ്റ്റിന്റെ 1975 കഥയാണ്. 75 നമ്മൾ ഈ പരിപാടി തുടങ്ങേണ്ട ആള്. അതിന് മുമ്പ് ഇവരുടെ ടീമിനെ കാണിച്ചു കൊടുത്താൽ നമുക്ക് 75 മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ടോട്ടൽ എംപ്ലോയീസ് ആണ് ഈ കാണുന്ന 1, 2, 4, 6, 8, 10, 11 വരെ തുടങ്ങിയ ഒറ്റ സംഖ്യയിൽ തുടങ്ങി. അപ്പോ ഏകദേശം 2,25,000 എംപ്ലോയീസ് വേൾഡ് വൈഡ് ഉണ്ട്. 2,25,000 എംപ്ലോയീസ് വേൾഡ് വൈഡ്. ഇതില് ആരായിരിക്കും? ബിൽ ഗേറ്റ്സ്. കണ്ടുപിടിക്കൂ. ബിൽ ഗേറ്റ്സ് ചുള്ളനായിരിക്കണ ചെറുപ്പക്കാരൻ. ഈ കൊച്ചു പയ്യനാണ് ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയത്. 90-കളില് മാറി വർഷങ്ങളോളം. ജെഫ് ബെസോസും എലോൺ മസ്ക് ഒക്കെ വരുന്നതിന് മുമ്പേ വർഷങ്ങളോളം ഏറ്റവും പണക്കാരനായി കഴിഞ്ഞിരുന്ന ബിൽ ഗേറ്റ്സും ഈ കാണുന്ന പോൾ ആലൻ, പുള്ളിക്കാരനെ പറ്റി ആർക്കും അറിയില്ല, വെളിപ്പെടുത്തില്ല. പക്ഷേ പുള്ളിയും ബിൽ ഗേറ്റ്സും തമ്മിൽ കളി തുടങ്ങി. ഇവരെ രണ്ടുപേരുടെയും തലയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ. കാരണം അവരുടെ ജീവിതത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലാ മനുഷ്യരുടെ വീട്ടിലും ഒരു കമ്പ്യൂട്ടർ. അതാണ് ആഗ്രഹം. അന്ന് അത് പറഞ്ഞപ്പോ ജനങ്ങൾ ചിരിച്ചു തള്ളി. ജനങ്ങൾ പറഞ്ഞു, ഇങ്ങക്കെന്താ പൊട്ടനാണോ? ഈ കമ്പ്യൂട്ടർ മനുഷ്യർക്ക് താങ്ങാൻ പറ്റുന്ന സാധനമാണോ അത്? എല്ലാ വീട്ടിലും ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാത്ത വീട്ടിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയില് അത്ര വിഷണറി ആയിരുന്നു. ആ രീതിയിൽ നമ്മൾ എല്ലായിടത്തും ഒരു കമ്പ്യൂട്ടർ എത്തിക്കണം, അതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കണം എന്ന് ബിൽ ഗേറ്റ്സ് മാത്രമല്ല കേട്ടോ, പോൾ ആലനും അതേപോലെ. ബിൽ ഗേറ്റ്സിനെ പണക്കാരനായതുകൊണ്ട് മാത്രമായിരിക്കും ബിൽ ഗേറ്റ്സ് പണക്കാരനായി. പിന്നെ ബിൽ ഗേറ്റ്സ് ആയിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ചെയർമാൻ. പോൾ ആലൻ അതിന്റെ ബോർഡിന്റെ ഡയറക്ടർ ആയിരുന്നു എന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ ചെയർമാൻ ആയിരുന്നു അല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സിഇഒ അല്ലാത്തതുകൊണ്ട്. ബിൽ ഗേറ്റ്സ് ഇപ്പൊ സിഇഒ അല്ല, ജസ്റ്റ് ചെയർമാൻ മാത്രമാണ്. സിഇഒ എന്ന് പറയുന്നത് നമ്മളുടെ സത്യ നടയില്ല, ഇന്ത്യക്കാരനായ ഹൈദരാബാദ്. ഏതൊരു വിജയത്തിന്റെ ഇപ്പൊ ഇവിടെ ഒരാളുണ്ടാവണം അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന വലിയ തെളിവാണ് പോൾ ആലൻ. പിന്നെ ഈ ടീമൊക്കെ അന്നത്തെ ഹെവി ടീമാണ്, അന്നത്തെ മറ്റേ കോസ്റ്റ്യൂമാണ്. നിങ്ങൾ 50 കൊല്ലം മുമ്പാണ്. ഈ കാണുന്നത് നിങ്ങൾ 75-ലുള്ള ആൾക്കാരാണ്, വ്യക്തികളാണ്. ഇനി ബാക്കില് നമ്മള് 2000-ങ്ങളിലായപ്പോ ലേറ്റ് 2000s അവരിപ്പോ എങ്ങനെയാണോ എന്നുള്ള അവരെ പിക്ചറിന്റെ ഒരു ഇംപ്രിന്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. റെസ്പെക്ട് ചെയ്യണം. 11 പേരുടെ ടീമാണ് ലോകത്തിന് ഇങ്ങനെ കീഴടക്കിയതല്ലേ മൈക്രോസോഫ്റ്റ്. കൊല്ലം തുടങ്ങുന്നത് 1975 മുതൽ 2022 വരെയുള്ള കളി ഇവിടെ എഴുതിയിട്ടാ. ഈ അൾട്ടയർ 8800 കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ. അത് അതിന്റെ ഒറിജിനൽ സാധനം. ഏറ്റവും കമ്പ്യൂട്ടർ കൂടി ഉണ്ട്. ആൾട്ടയർ 8800 ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ ഉള്ളവരുടെ മൈക്രോസോഫ്റ്റിന്റെ. അൾട്ടയർ 8800 ഇതിൽ നിന്ന് ലോകം കണ്ട അല്ലെങ്കിൽ ലോകത്ത് ഇത്രയ്ക്കും കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് മാറിയത് ഈ ഒരു കമ്പ്യൂട്ടറിന് ആണ് സോഫ്റ്റ്വെയർ ആവശ്യം. ഇതിനു മുമ്പുള്ള കമ്പ്യൂട്ടറുകൾക്ക് സോഫ്റ്റ്വെയറിന്റെ ആവശ്യമില്ലായിരുന്നു. അത് നമ്മൾ ഹാർഡായിട്ടുള്ള സംഭവങ്ങളും ചെറിയ നമ്മൾ ബൈനറി കോഡിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നു തുടങ്ങിയത് ഈ കമ്പ്യൂട്ടർ. അതാണ് ഇവർക്ക് പ്രയോജനമായത്. അതെ, സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ചേട്ടനും പ്രയോജനമാക്കണതും. അതെ, ഞങ്ങളെ ചോറ് തരുന്നതും. അതെ, നമുക്ക് ചോറ് തരുന്നതും അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്നാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന ചോറും ഈ 2,25,000 പേർക്ക് കിട്ടുന്ന ചോറും. അതെ, പിന്നെ ഇത്രയും കോടി ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും. അതെ, വളരെ സർവീസ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് മൈക്രോസോഫ്റ്റിന്റെ ലോഗോ കണ്ട് വളർന്ന കുട്ടികളാണ് നമുക്ക്. ഞാൻ 90s ആൾക്കാരൊക്കെ ഞാനത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സ്കൂളിൽ നമ്മള് ആദ്യത്തെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുമ്പോ ഈ തുറക്കുമ്പോ മൈക്രോസോഫ്റ്റിന് എഴുതിയാണെങ്കിൽ രംഗാണ് അവിടെ അതിന്റെ ഹെഡ് ഓഫീസിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോ ഞാനും ഭയങ്കര പ്രൗഡായി. അതിന്റെ ഒരു പ്രൗഡ് ഞാൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാ. അതിന്റെ ഉത്ഭവ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. മഹത്തരമായ ഒരു സംരംഭമായിരുന്നു അവർ തുടങ്ങിയതും. അത് ലോകത്തെ കീഴടക്കാൻ മാത്രം വളർന്നു. അതെ, 1975-ലാണ് ഈ കമ്പ്യൂട്ടർ വരുന്നത്. ഈ കമ്പ്യൂട്ടറിന് സോഫ്റ്റ്വെയർ ആവശ്യമുള്ള കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഇതിനു വേണ്ടിയാണ് ഇവർ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് 80-ല് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഒരു സ്ഥാപിച്ചു. 43 വർഷം മുമ്പ് അല്ലേ? എന്താ 43, 2024 44 വർഷമായി. പൈസ വന്നു തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IBM ആയിട്ട് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനികളുമായിട്ട് ഒരു ഡീല് വെച്ചിട്ട് അപ്പോൾ അവർക്ക് സോഫ്റ്റ്വെയർ ഇവരുണ്ടാക്കി കൊടുക്കും. നിങ്ങൾ ഹാർഡ്വെയർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ ഹാർഡ്വെയർ വാങ്ങിക്കുന്നവർക്കെല്ലാം ഇവർ ഈ സോഫ്റ്റ്വെയർ കൊടുത്തു. അപ്പോൾ അത് ലോകമെമ്പാടും മെഷീൻ വാങ്ങിക്കുന്നവരുടെ
അത്രയും പൈസ വന്നു തുടങ്ങി അല്ലേ? പൈസ ഒരുപാട് വന്നു തുടങ്ങി. പൈസ വന്നു തുടങ്ങി ഇവർ പറഞ്ഞു ഓക്കെ നമുക്ക് എന്നാ കമ്പനി സ്ഥാപിക്കാം, അത് വിപുലപ്പെടുത്താം. ലാൻഡ് വാങ്ങിയ ഒരു പണി തുടങ്ങി. 1985 കളി തുടങ്ങിട്ടോ അല്ലേ? അത് കഴിഞ്ഞ് 90 സംഭവം, അങ്ങനെ ഓരോ വർഷങ്ങളും ഓരോന്നാണ് വരണേ അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് 90കളിൽ നമ്മൾ ഗിവിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന് ഭയങ്കര പ്രധാനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ എന്ന് വന്ന മാസം ഗിവിംഗ് മന്താണ്. ഗിവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൊണേഷൻ എന്ന് വെറുതെ പറയാൻ പറ്റില്ല, നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. എല്ലാ എംപ്ലോയീസും ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് ചാരിറ്റി വർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വോളണ്ടിയർഷിപ്പ് ചെയ്യാം, മറ്റേ സഹായിക്കാം. ഇന്നിപ്പോ ഞാനിപ്പോ ഒരിടത്ത് വോളണ്ടിയറിന് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഞാനത് സഹായിക്കുന്നു, അതിന് മണിക്കൂറിന് $25 $50 വെച്ച് മൈക്രോസോഫ്റ്റ് കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ള ചാരിറ്റിക്ക്. ഞാനിപ്പോ 1 മണിക്കൂർ ഒരു വോളണ്ടിയർ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഒരു ചാരിറ്റി ഉണ്ട്, ആ ചാരിറ്റിക്ക് മൈക്രോസോഫ്റ്റ് കൊടുക്കും, പൈസ കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ മതി. 10 മണിക്കൂർ വർക്ക് ചെയ്ത് $500 കൊടുക്കാൻ പറ്റും, അവർക്ക് സഹായിക്കാൻ പറ്റും. $500 ഇന്ത്യയിൽ നല്ല സഹായങ്ങൾ നടക്കണ്ടല്ലേ? മൈക്രോസോഫ്റ്റ് ഏറ്റവും പലർക്കും അറിഞ്ഞാത്ത ഒരു കാര്യമാണ്, പോളിയോ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ചത് ഈ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷനാണ്. ലോകത്ത് പോളിയോ നിർമ്മാർജ്ജനം ഇല്ലാതെ ആക്കണം എന്നുള്ള കൺസെപ്റ്റീവായ ഒരു താല്പര്യത്തിന്റെ പുറത്ത് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക്, ഇപ്പൊ നിങ്ങൾ ഈ അമിതാഭ് ബച്ചനൊക്കെ നിന്ന് പോളിയോ 2 തുള്ളി കൊടു എന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് എല്ലാം ഗവൺമെന്റിന് പൈസ ഇറക്കിയത് ഈ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന് വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലും അതേപോലെ തീർക്കാനായിട്ട് ഇപ്പൊ സൗത്ത് ഏഷ്യയിലെ എല്ലായിടവും അവര് കഴിഞ്ഞു. ഇനി ആഫ്രിക്കയിലെ അടുത്ത വർക്കുകൾ ചെയ്യാം. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്താല്ലേ ഓരോ സംഭവങ്ങൾ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് മനസ്സിലാവണം. ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ഗെയിമിങ്ങിന്റെയും ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അടുത്ത ഇനി വരാൻ പോണ ഗെയിമിങ്ങിന്റെയും അല്ലെങ്കിൽ ബോർഡുകളിലൊക്കെ പുതിയ സംഭവങ്ങൾ ഇവിടെ കാണാം കേട്ടോ. ഗെയിം കളിക്കാൻ പോട്ടെ, നമ്മളിങ്ങനെ ഗെയിം കളിക്കാറില്ല കേട്ടോ. ബിൽഡിംഗ് ഇറങ്ങി പോണവൻ പിള്ളേർക്കുള്ളതാണല്ലേ? പിള്ളേർക്ക് പറ്റിയ സാധനം. നമുക്കിത് കളിക്കാൻ തോന്നുന്നുണ്ട്. പിള്ളേർക്ക് അതല്ലേ അവരുടെ ഗെയിമിങ്ങിന് ഒരു സാധനം വെച്ച് കൊടുത്തിരിക്കുക. വിസിറ്റർ സെന്റർ ഒന്ന് കളിക്കാൻ പറഞ്ഞിട്ടേ. എനിക്കാണ് ഗെയിമിങ്ങിന്റെ ഒരു സെറ്റപ്പ് വന്നപ്പോഴാണ് മൈക്രോസോഫ്റ്റിന് പിന്നെ ഒരു ബൂം വന്നുള്ളത്. ഗെയിമിംഗ് സെക്ടറിൽ മൈക്രോസോഫ്റ്റിന് നല്ലൊരു എക്സ്ബോക്സ് ശരിക്കും തുടക്കകാലങ്ങളിൽ ഒരുപാട്, പിന്നെ പ്ലേ സ്റ്റേഷനും ഒക്കെ വന്നപ്പോഴത്തേനും അവർ കുറച്ചും കൂടെ ഒരു കൺസ്യൂമർ ഇതിലോട്ട് പിടിച്ചു. പക്ഷേ ഇപ്പോഴും എക്സ്ബോക്സ് പുതിയ 1S എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ പുതിയ, കാരണം ആൾക്കാർക്ക് ഇനിയിപ്പോ AI അങ്ങനെയുള്ള ടെക്നോളജീസ് വരുമ്പോഴത്തേക്കും കുറെ കൂടെ സീംലെസ് ആയിരിക്കണം അവർക്ക് ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒറിജിനാലിറ്റി. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ എക്സ്പോസിന്റെ ഹാലോ എന്ന് പറഞ്ഞ ഗെയിമൊക്കെ ഭയങ്കര ഹൈപ്പർ റിയാലിറ്റി ആയിട്ട് ഇറക്കുന്നുണ്ട് പുതിയ വേർഷൻസ്. ഇവിടെ ഇതിന്റെ ഓരോ വെർഷൻ, ഇപ്പൊ നമുക്ക് കാർ ഓടിച്ച് റേസിംഗിന്റെ ഒക്കെ വേറെ വെർഷൻ നമ്മള് ഷോപ്പിംഗ് മാളിലൊക്കെ കാണില്ലേ, അവരൊക്കെ ഇതൊക്കെ അതിലേക്ക് എത്രയും കുറച്ച് സമയം പിടിക്കട്ടെ. അതൊക്കെ പരീക്ഷണ ടെസ്റ്റുകളും പുതിയ ടെക്നോളജികളും നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. കാർ ഗെയിമിങ്ങിന്റെ ഫോർസ എന്നാണോ പറഞ്ഞതിന്? നമ്മളിപ്പോ കണ്ടു, ടൈം ലൈൻ കണ്ടു. 1975 തുടങ്ങി. അപ്പോ ഈ തുടങ്ങിയ സമയത്ത് ഈ നമ്മളിപ്പോ സോഫ്റ്റ്വെയർ ഈ ഫ്ലോപ്പി ഡിസ്ക് ഓർമ്മ ഉണ്ടോ? ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നു 3.25 ഇഞ്ച്. അതിന് മുമ്പേ 5.25 ഇഞ്ചുള്ള വലിയ ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു. ആ ഫ്ലോപ്പി ഡിസ്കുകൾക്ക് മുമ്പേ പഞ്ച് കാർഡായിരുന്നു, മാഗ്നറ്റിക് ടേപ്പ് ആയിരുന്നു. ആദ്യം നമ്മളെ കാസറ്റില്ലേ, കാസറ്റ് സാധനമായിരുന്നു. അതിനു മുമ്പേ പഞ്ച് കാർഡായിരുന്നു. ഈ 10 എന്ന് പറയുന്നത് ഒരു പേപ്പറിൽ കുത്തി അങ്ങനെയായിരുന്നു സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്തിരുന്നത്. അങ്ങനെ ആദ്യം ഇവര് എഴുതിയ കോഡും അത് സ്റ്റോർ ചെയ്തിരുന്ന ടേപ്പും നിങ്ങൾക്ക് കാണാം. ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും പുരാതന വെർഷൻ ഹാർഡ് ഡിസ്കിന്റെ അന്ന് സ്റ്റോർ ചെയ്തത് ഇതേപോലെ പേപ്പർ പഞ്ച് കാർഡ്. ഇതിൽ നിന്നാണ് പിന്നെ കമ്പ്യൂട്ടർ റീഡ് ചെയ്തെടുക്കുന്നത്. ഇവരാദ്യം എഴുതിയ കോഡാണ് പോളാൻഡും ബിൽ ഗേറ്റ്സും കൂടെ ഒറിജിനൽ കോഡ് ഫോർ ബേസിക് ആൾട്ടയർ എന്ന് പറഞ്ഞ നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടറിന് വേണ്ടി എഴുതിയ ബേസിക് കോഡാണ് സംഭവം. ഇത് നിങ്ങള് മൈക്രോസോഫ്റ്റും ആപ്പിളും ലോകത്തെ ഏറ്റവും 2 മോസ്റ്റ് വാല്യൂബിൾ കമ്പനീസ് ഇൻ ദ വേൾഡ്, 3 ട്രില്യൺ ഹിറ്റ് ചെയ്ത് 2 കമ്പനിയാണ്. അത് ഇടയ്ക്ക് ആപ്പിൾ വരും, പിന്നെ അവരെ മൈക്രോസോഫ്റ്റ് കിടക്കും, പിന്നെ ആപ്പിൾ കിടക്കും, ഇങ്ങനെ നിൽക്കും. എന്നാ ഇവര് ഒരുമിച്ച് വന്ന ഒരു സമയമുണ്ട് 1982. അതായത് ആപ്പിള് കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയും ആപ്പിള് സാധാരണ അവരുടെ സോഫ്റ്റ്വെയർ മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷേ
മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഇറക്കി. അതായത് ഈ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, മെയിൽ, ഔട്ട്ലുക്ക് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എല്ലാവർക്കും അറിയാം അതെന്തൊക്കെയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരുപാട് യൂസേഴ്സ് അതിന് ഡിമാൻഡ് വന്നപ്പോൾ ഈ ആപ്പിളും മൈക്രോസോഫ്റ്റും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ആപ്പിളിന്റെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റിന്റെ കോഡ് വർക്ക് ചെയ്യിപ്പിക്കാം. അതെ, അന്ന് ഉണ്ട്. ഇന്ന് നിങ്ങള് മറ്റേ ലാപ്ടോപ്പ് ഉണ്ട്, ഐപാഡ്, അതിന്റെ മുക്തി അപ്പനാണ് ഇതായിരുന്നു ആപ്പിളിന്റെ ലോഗോ. അപ്പൊ ഈ റെയിൻബോ കളറിൽ നിന്ന് നമ്മുടെ ആപ്പിളിന്റെ ഇപ്പത്തെ കളറായിട്ടുള്ള ബ്ലാക്കിലേക്ക് മാറിയല്ലേ അവരെ മൗസ്. ആപ്പിളിന്റെ ആദ്യത്തെ മൗസ് നോക്കിയാ ഇത് കണ്ട, ആപ്പിൾ കടിക്കാണ്ട് പറ്റില്ലേ ഈ മെഷീനില് ഇതാണ് ഫ്ലോപ്പി ഡിസ്ക്. ഇപ്പൊ കണ്ടിട്ടില്ലാത്ത പിള്ളേർക്ക് ഫ്ലോപ്പി ഡിസ്ക് എന്റെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബിൽ ഗേറ്റ്സും പോൾ ആലനും കൂടെ ഒരു കമ്പനി തുടങ്ങിയല്ലോ, മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങി. ഇവർക്ക് ഇതേപോലെ ഡിമാൻഡ്, സോഫ്റ്റ്വെയർ ഡിമാൻഡ് ഒക്കെ വന്നപ്പോ ഇവര് ഒരു ബിസിനസ് കാർഡ് ഉണ്ടാക്കി അന്ന്. നമ്മളെ കമ്പനി കാരണം ആൾക്കാർ വരുമ്പോൾ കൊടുക്കണമല്ലോ ബിസിനസ് കാർഡ്. അന്നുണ്ടാക്കിയ ബിസിനസ് കാർഡ് ബിൽ ഗേറ്റ്സും പോൾ ആലൻ വൈസ് പ്രസിഡന്റ്, വില്യം എന്നാണ് പുള്ളിക്കാരന്റെ ശരിക്കുള്ള പേര്. വില്യം എച്ച് ഗേറ്റ്സ് എന്നാണ്. അതെ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അല്ലേ. അവരുടെ ഫോൺ നമ്പർ, ഈ നമ്പറൊക്കെ ഇപ്പോഴും ഉണ്ടോ അല്ലേ? അതല്ലേ വേറെ ഈ രണ്ടുപേരും നമ്പർ വരുന്ന അല്ലെ, ഫോൺ നമ്പർ സെയിം. ഓഫീസിലാണ് അവരിയ്ക്കുന്നത്. രണ്ടുപേരും ചേട്ടനെമാരെ പോലെ ഇരിക്കുന്നതാ അല്ലേ. ഈ പോളല്ല ഇതിനോട് പ്രായം ഉണ്ടായിരുന്നില്ല അല്ലേ കാണുമ്പോ വളരെ ചെറുപ്പമായിരുന്നു. പോളലാണ് എനിക്ക് തോന്നുന്നു. പോളല്ലായിരിക്കും തല അല്ലെ, തലേന്ന് ബിൽഗേറ്റ്സ് ഉണ്ടായിട്ടുള്ള കേസാട്ടാ എനിക്ക് തോന്നണുണ്ട്. എന്തായാലും ഈ നമ്പർ ഒരു ഭാഗ്യ നമ്പർ ആക്കി വെച്ചാൽ ആരെങ്കിലും ഫോൺ നമ്പർ ഈ നമ്പറിൽ എടുത്തോ പണിട്ടാ. ഈ മൈക്രോസോഫ്റ്റ് ഇതും അവരും തുടങ്ങുന്ന ഈ ആൽബക്കർക്കി എന്ന് പറഞ്ഞിട്ട് ന്യൂ മെക്സിക്കോയിൽ ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ ന്യൂ മെക്സിക്കോ, നമ്മൾ സിയാറ്റിൽ നിന്നുള്ളവരാണെങ്കിലും അവര് ശരിക്കും കമ്പനി തുടങ്ങിയത് അവിടെയാണ്. ന്യൂ മെക്സിക്കോയിലാണ് കമ്പനി തുടങ്ങിയത്. അവിടുത്തെ ഒരു വീടിന്റെ ഗരാജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാർ ഷെഡിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. നേറ്റീവ് അമേരിക്കൻസിന്റെ അടുത്ത് പോയിട്ട് കളി തുടങ്ങിയപ്പോ ഇത് ഒരു ബാൻഡൊക്കെയാണ്. അല്ല, ഇത് നമ്മള് മൈക്രോസോഫ്റ്റിന്റെ ബാൻഡാണ്. അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്പിൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച് തുടങ്ങി. നമുക്ക് ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറിലും ഉപയോഗിച്ച് തുടങ്ങി. ഇന്ന് ഓഫീസിന് 1 ബില്യൺ പ്ലസ് യൂസേഴ്സ് ഉണ്ട്. 1 ബില്യൺ പ്ലസ് യൂസേഴ്സ് ലോകമെമ്പാടും 600 കോടി ജനങ്ങളില് 100 കോടി ജനങ്ങൾ ഓൾറെഡി സെറ്റായി. അതെ അല്ലേ, അടിപൊളി. പിന്നെ ഇപ്പൊ നമ്മൾ കുറെ ടെക്നോളജിയെ പറ്റി കേട്ടു. പിന്നെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി. ഇവിടെ നമ്മളെ കമ്പനി ബിൽഡിങ്ങുകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ മൈക്രോസോഫ്റ്റിന് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഈ ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടി കുഴിച്ചു. ഈ അടുത്ത് 2019 എങ്ങാണ്ട ഈ കുഴിച്ചു കഴിഞ്ഞപ്പോ അവര് ഒരു ഫോസിൽ പോലെ ഒരു സംഭവം കണ്ടു. ചെറിയൊരു സംഭവം. അതെന്താ സംഭവം മനസ്സിലായില്ല. ഒരു ചെറിയ കല്ല് പോലെ ഒരു ഇതെന്താ സംഭവം ഈ കല്ല് എന്ന് പറഞ്ഞ് നോക്കുമ്പോ അതിനെ എടുത്ത് അവര് ടെസ്റ്റ് ചെയ്ത് അയച്ചു, ലാബിലേക്ക് അയച്ചു. നോക്കിയപ്പോ ഈ ഒരു ബൂളി മാമത്ത്, അതായത് 20,000 വർഷം മുമ്പേ ജീവിച്ചിരുന്ന നമ്മളുടെ ആനയുടെ പൂർവികരുണ്ട്, മാമത്സ്, ബൂളി മാമത്സ് വലുത്. ആ മാമത്തിന്റെ പല്ല് ആ മാമത്ത് 20,000 വർഷം മുമ്പേ മരിച്ച ഒരു ആനയുടെ വർഗത്തിൽ മാമത്തിന്റെ പല്ല് നമുക്ക് കണ്ടുകിട്ടി. അവരിവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് വെക്കുമ്പോ രണ്ടെന്ന് പറഞ്ഞ പോലെ ഒന്നിന് പിന്നാലെ പോകുമ്പോ വേറെ സാധനമാണ് കേട്ടാ. എന്താ ആനയുടെ പല്ല് 20,000 വർഷങ്ങൾക്ക് മുമ്പ് 21,700 അല്ലേ? അതെ, റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഒക്കെ ചെയ്ത് അവര് നിർണയിച്ചതാണ് എത്ര അതിന്റെ ഏജും. എന്താ അപ്പൊ നമ്മള് മൈക്രോസോഫ്റ്റിന്റെ മെയിൻ വിസിറ്റർ സെന്ററിൽ നിന്ന് സ്റ്റോറിലേക്ക് നമ്മൾ കടന്നിട്ടാണ്. ഇപ്പത്തെ ഗെയിമിംഗ് പാസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ലേറ്റസ്റ്റ് ലാപ്ടോപ്സ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ സർഫസ് ലാപ്ടോപ്പ് ആണ് മൈക്രോസോഫ്റ്റിന്റെ സ്വന്തമായിട്ട് അവർ ഇറക്കുന്ന ലാപ്ടോപ്പ്. മൈക്രോസോഫ്റ്റിന് സ്വന്തമായിട്ട് വരുന്നില്ല. സ്വന്തമായിട്ട് നമ്മളിപ്പോ ഈ ലെനോവോ, ഏസർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ മൈക്രോസോഫ്റ്റ് ലാപ്ടോപ്പ് ഉണ്ട്. അതേപോലെ നിങ്ങള് ഐപാഡ്, ഈ മൈക്രോസോഫ്റ്റ് ലാപ്ടോപ്പ് ഇത് കുറച്ച് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഇത് ഹെവിയാണ്. പിന്നെ പേഴ്സണൽ യൂസിനുള്ളത് ഈ ഐപാഡ് പോലെ സംഭവങ്ങളാണ്. പിന്നെ ഇതിന്റെ പവർ ഒക്കെ മാഗ്നറ്റിക് ആണ്. ഐഫോൺ എടുത്തിട്ട് മാക്ബുക്കിന്റെ പോലെ ഇതിന്റെ ബാക്കിലും ഒരു ക്യാമറ ഉണ്ട്. തുറക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ മാറ്റി എടുക്കാം. സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളവര് മൈക്രോസോഫ്റ്റിന്റെ മൗസുകൾ നോക്കിയാൽ പുതിയ തരം മൗസുകളാണ്.
വെറൈറ്റി ആയിട്ടുള്ള മൗസുകളാ, ഗിയർ മാറ്റാനുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ അല്ലേ? ഇതെന്താ സാധനം? ഇത് മൈക്രോസോഫ്റ്റിന്റെ പുതിയ മൗസ് ആണ്. ഇത് ഇങ്ങനെ വെച്ചാൽ നമ്മൾ എർഗണോമിക് ആയി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ സൈസ് ഉള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ പോക്കറ്റിലൊക്കെ വെക്കാനൊക്കെ പാടല്ലേ. അപ്പൊ ഇതിനെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റായി ഒരു ഫോൺ പോലെ കുറച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ മൗസ്. അതെ, സംഭവം ഉണ്ടാക്കണ അല്ലിട്ടത് വളഞ്ഞിരുന്നു. അങ്ങനെ നമ്മള് മൈക്രോസോഫ്റ്റിൽ ഇറങ്ങിട്ടാ. ഭയങ്കര ലോകം തന്നെ. കുറച്ചു നേരം നമുക്ക് സമയം കിട്ടിയുള്ളെങ്കിലേ അത് കലക്കില്ലേ. അതെ, നമുക്ക് സമയം അധികം ഇല്ല, പക്ഷെ എന്നാലും പറ്റുന്നത് വിസിറ്റർ സെന്ററിൽ ഒന്ന് വന്ന് ഇതേപോലെ 120-ൽ പരം ബിൽഡിങ്ങുകളുണ്ട്. പോകാൻ പറ്റില്ല. എന്തായാലും വിശാലേട്ടന് ട്രാവൽസ് ഫാമിലി താങ്ക് യു ഉണ്ട് കേട്ടോ. എന്റെ മോനില്ലാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലട്ടാ. വിശാലേട്ടൻ ഫുൾ പവർ ആയ നമുക്ക് തെരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാൻ നമുക്ക് കിട്ടിട്ടാ. മൈക്രോസോഫ്റ്റിന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ നമ്മള് മൈക്രോസോഫ്റ്റ് കഴിഞ്ഞു. മൈക്രോസോഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിയാറ്റിൽ കാണിക്കേണ്ടത് ലോകത്തിലെ അടുത്ത വലിയ കോടീശ്വരൻ ആമസോണിന്റെ എന്തൊരു ചെയ്യാൻ പോണം നമ്മള്. ഇനി നമ്മള് ആമസോൺ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയ വീട്ടിലോട്ട് പോകും. ഗാരേജ് കാണിക്കാൻ പോവാ. അല്ലേ തുടങ്ങിയത് അവിടെ നിന്ന് ഈ ലോകത്ത് മൊത്തക്ക് സാധനം എത്തിക്കണല്ലോ അവര്. ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര ഏതൊരാളൊരു സ്വപ്ന. ആ സ്വപ്നത്തിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? അതെ, ട്രാവലിസ്റ്റ് ഫാമിലി ഒരു വലിയൊരു യാത്ര നടത്താം ആഫ്രിക്കയിലേക്ക്. സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സാംബിയ, സിംബാബ്വെ എന്ന രാജ്യങ്ങളിലൂടെ. ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഭൂമിയിലെ 7 നാച്ചുറൽ വണ്ടേഴ്സിലെ 3 നാച്ചുറൽ വണ്ടറും ഈ ഒരു യാത്രയിൽ ഉൾപ്പെടുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടെയിൻ, ബോട്സ്വാനയിലെ ഒക്കവാങ്കോ ഡെൽറ്റ, സിംബാബ്വെ സാംബിയ ബോർഡറുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടം. ലോകത്തിലെ ആകെ ഒരു സ്ഥലത്ത് ലയണിന്റെ കൂടെ നമുക്ക് കാട്ടിൽ കൂടെ നടക്കാനായിട്ടുള്ള ഒരു അവസരമുള്ളൂ. അതൊക്കെ നമ്മുടെ ഈ യാത്രയിൽ ഉൾപ്പെടുന്നു. ഒപ്പം തന്നെ ഈ യാത്രയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യാത്രയിൽ 10 പേരിലധികമുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല. അപ്പോ നിങ്ങൾക്കും നമ്മുടെ യാത്രയിൽ പങ്കുചേരാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.